രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് തൊണ്ടക്കുഴി റൂഹെത്തുന്ന സമയമാണ്. വലൈസത്തി തൗബ, അന്ന് തൗബ സ്വീകരിക്കൂല. അതാ ഖുർആൻ പറഞ്ഞതാ, വലൈസത്തി തൗബ, അന്ന് തൗബ അല്ലാഹു സ്വീകരിക്കും. മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭം വരും. കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. സുഇലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ആയതു തുലൂഇ ശംസി യാ ഹബീബല്ലാഹ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ അടയാളം എന്താണ് റസൂലേ? എപ്പോഴാണ് ഉദിക്കുക? അടയാളം എന്താണ്? അടയാളം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് തതൂലുൽ ലൈലത ഖദറ ലൈലതൈൻ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയാണ് ഉണ്ടാവുക. അഥവാ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയാണ്. എന്താ നേരം വെളുക്കാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ നിലകൊള്ളും. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അപ്പോഴേതാ സൂറന്ന കാഹളത്തിൽ ഊത്തുവരും. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ലോകാവസാനം അതിന്റെ ഭീകരത അതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമ ആയത്തിലൂടെയും വിവിധ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിഴകൾ നരച്ചു എന്ന 20 ചുവട്ടിൽ 19 എന്നൊരു റിവായത്ത്, 17 എന്നുണ്ട്. ഈ മുടിയിഴകൾ നരച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ശിബത്തെ യാ റസൂലല്ലാഹ്, നബിയെ മുടിയൊക്കെ നരച്ച മുടി നരക്കി. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ശയ്യബതനി ഹൂദ് എന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയുടെ വചനം പറഞ്ഞിട്ടുണ്ട്, ഫസ്തഖിം കമാ ഉമിർത. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാ, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ റസൂലേ, കൽപ്പിച്ചതുപോലെ അനുസരിക്കണേ റസൂലേ, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ. കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഏത് സൂറത്തിലൂടെ? സൂറത്തുൽ ഹൂദിലൂടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ കൽപ്പനയുടെ വചനം എന്നോട് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്റെ മുടിയിഴകൾ നരച്ചുപോയി എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാത്രമല്ല അതിനോട് ചേർന്ന് ഒരുപാട് സൂക്തങ്ങൾ, ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുന്ന ഒരുപാട് സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുകയാണ്. ആ ആയത്തുകളുടെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ചിന്തയിലാണ്ട് പോയി. അബൂബക്കറെ എന്റെ കൂട്ടുകാരാ, സ്നേഹിതാ, എന്റെ മുടിയിഴകൾ നരക്കാനുള്ള കാരണം അതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമുക്ക് ഈ ഒരു ചിന്തയുണ്ടോ? നമ്മുടെ മുടിയിഴകൾ നിരച്ചത് ആരെ ചിന്തിച്ചാണ് സഹോദരാ? അന്യ പെണ്ണമായിട്ടുള്ള പ്രേമം അവളെ എനിക്ക് കിട്ടുമോ എന്ന ചിന്തയിൽ മുടിയിഴകൾ താടിയിഴകൾ നരച്ചു പോയവരെ, അല്ലാഹുവിനെ ചിന്തിക്കാതെ പടച്ചറപ്പിനെ ഭയപ്പെടാതെ ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന സഹോദരാ സഹോദരി, സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പരുവയലത്ത് കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നതായ സഹോദരിമാരില്ലയോ? സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി വീട്ടിൽ കഴിയുമ്പോഴും ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്ത് വ്യഭിചാരശാലകളിലേക്ക് എടുത്തു ചാടുന്ന
ചെറുപ്പക്കാരില്ലയോ? നാട്ടിൽ തന്നെ വിചാരശാലകളിലേക്ക് പോകുന്നതായ ചെറുപ്പക്കാരില്ലയോ? മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, ഹശീശം പാൻപരാഗമായി ജീവിതം തുലച്ചു കളഞ്ഞതായ ചെറുപ്പക്കാരാ, മരണമെന്ന സത്യത്തെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിൻ ളായിഖത്തുൽ മൗത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര പാവപ്പെട്ടവനായിരുന്നാലും, എത്ര പൊക്കമുള്ളവനായിരുന്നാലും, എത്ര കുറുകിയവനായിരുന്നാലും, എത്ര വലിയ തടിയുള്ളവനായിരുന്നാലും, എത്ര മെലിഞ്ഞവനായിരുന്നാലും, എത്ര കറുത്തവനായിരുന്നാലും, എത്ര വെളുത്തവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, എത്ര വലിയ കൊലകമ്പനായിരുന്നാലും, ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണത്തിൽ അടിച്ചുമർത്തപ്പെട്ടതായ ജനവിഭാഗത്തെ ഭരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരു വ്യക്തിയും പോകുകയില്ല. എത്രയെത്ര സിനിമാ നടന്മാര് പോയടാ, എത്രയെത്ര സിനിമാ നടിമാര് മരണത്തിന് കീഴടങ്ങിയടാ. ഒരു കാലഘട്ടത്തിൽ ശരീരഭാഷ ചാർലി ചാപ്ലിൻ നിന്നവിടെ പോയി, മാൾ അരവിന്ദൻ നിന്നവിടെ പോയി, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലയോ? എത്രയോ സിനിമാ നടന്മാർ, എത്രയോ സിനിമാ നടിമാർ മരണത്തെ പുൽകിയില്ലയോ, മരിച്ചില്ലയോ? നീ കണ്ട എത്ര ഏകാധിപതികൾ, ഫിറഔൻ എവിടെ പോയടാ, നമ്രൂദ് എവിടെ പോയടാ, ഹിറ്റ്ലർ എവിടെ പോയടാ? എല്ലാവരും മരണത്തെ പുൽകുകയാ. എത്ര വലിയ രാജാതിരാജനായിരുന്നാലും, അധികാരത്തിന്റെ പർദീസയിൽ വിരാജിച്ചവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകുകയില്ല. തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. നാളെ നിനക്ക് അല്ലാഹു കൂലി പൂർത്തീകരിച്ച് നൽകുന്നത് ഈ ദുനിയാവിൽ നമസ്കരിച്ചവനാണോ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവനാണോ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവനാണോ, ഈ ദുനിയാവിൽ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, ഈ ദുനിയാവിൽ പാവപ്പെട്ടവന്റെ വിഷമകഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ തയ്യാറെടുത്തവനാണോ, തെയ്യോട്ട് ചെറിയ മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയ ഉമ്മമാരാണോ, അതിലുള്ളതാകുന്ന അലിക്കത്തുകൾ കൊടുത്ത്, കാതിൽ കിടക്കുന്ന ആഭരണങ്ങൾ കൊടുത്ത്, കയ്യിൽ കിടക്കുന്നതായ ആഭരണങ്ങൾ ഊരിക്കൊടുത്ത്, കാലിൽ കിടക്കുന്ന പാദസരം ദീനിന് വേണ്ടി കൊടുത്ത് ആഖിറത്തെ തയ്യാറെടുത്തവരാണോ, ആഖിറത്തെ വിലക്കെടുത്തതായ ഉമ്മമാരാണോ? എല്ലാ കൂലിയും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എത്ര വലിയ നന്മ ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിച്ചു തരുമേ. ഈ ദുനിയാവിൽ എത്ര തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എനിക്ക് വിഷമമില്ലല്ലോ, എനിക്ക് പ്രയാസമില്ലല്ലോ, ഞാൻ എത്രയോ നാളായി കള്ളുകുടിക്കുന്നു, എത്രയോ നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു, എത്രയോ ആളുകളായി പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് കഴിയുന്നു, എത്രയോ നാളുകളായി അറബി യതീംഖാനയിലാക്കിയിട്ട് അവന്റെ പൈസ വസൂലാക്കിയിട്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ഞാൻ നടക്കുന്നു. അമ്പര ചുംബികളായ മണിമേടകൾ ഞാൻ വെച്ചിട്ടുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, പെരിന്തൽമണ്ണയിൽ എനിക്ക് സ്വന്തമായി 10 ഏക്കറോളം ഭൂമിയുണ്ട്, എനിക്ക് മാളുകളുണ്ട്, എനിക്ക് കടമുറികളുണ്ട്. അവകാശപ്പെടരുതേ, പെടരുതേ. മരണത്തിന്റെ മുന്നിൽ പിടിയമറുത്തുന്നതാണ്, ഒരിക്കൽ അസറായിലിന്റെ മുന്നിൽ നീ അമരുന്നതാണ്. ഒരാളും നിനക്ക് തുണ വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും ഈ ദുനിയാവിൽ നിന്നെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ച, നിന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയ, സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ച, നിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോകമാണ് തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ, ബാൽക്കണിയിൽ ഇരിക്കാൻ പഠിപ്പിച്ച, തിയേറ്ററിൽ കൊണ്ടുപോയി നിന്റെ സിനിമകൾ കാണിച്ച, നിനക്ക് നെറ്റ് റീചാർജ് ചെയ്തെന്ന നിന്റെ കാമുകരില്ലയോ? പാതിരാത്രി സമയത്ത് വാപ്പേറിയാതെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എനിക്ക് വേണ്ടി തുറന്നിടൂ എന്ന് പറഞ്ഞ നിന്റെ പ്രിയപ്പെട്ട കാമുകനില്ലയോ? ഭർത്താവ് അറിയാതെ ശരീരം അവന് വേണ്ടി സമർപ്പിച്ച പെങ്ങളെ, എല്ലാവരും നാളെ മഹ്ശറയിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും നിനക്ക് നാളെ തുണ വരുകയില്ല. മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ്.
ഈ ചെയ്ത അമലല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ മനോഹരമാകുന്ന ഈ മുഹൂർത്തത്തിൽ ദുൽഹിജ്ജയുടെ പവിത്രമായി രാവിലെ ഇരുന്നുകൊണ്ട് നീ ഒരു ശപഥം ചെയ്യണം. ഇനി എന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു പോവാൻ, ഇനി ഞാൻ ഖൈറിലേക്ക്, നന്മയുടെ വാതിലിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത്രയും നാളും ഞാൻ മോശമായ രീതിയിൽ ജീവിച്ചു, മോശമായ ശൈലി അവലംബിച്ചു. ഇനി അതെല്ലാം മാറ്റിയിട്ട് ഞാൻ നന്നാവാൻ തുനിയുകയാണ്. അങ്ങനെ നീ കരുതിയിട്ടില്ല എങ്കിൽ ഈ ഒരുമിച്ച് കൂടൽ കൊണ്ടോ ഈ ഉറൂസ് കൊണ്ടോ ഒന്നും നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവൂല. ഇവിടെ വന്നിട്ട് അരി കൊണ്ടുണ്ടാക്കിയതാകുന്ന അലുവ കിട്ടും, നല്ല മധുരമാണെന്ന് പറഞ്ഞ് 1 കിലോ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിലല്ല ഇതിന്റെ കാര്യം. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്നതിനപ്പുറം നമുക്കൊരു ആത്മീയമാകുന്ന ഒരു ഉന്നമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഓരോരുത്തരും ചിന്ത വെക്കും. നമ്മൾ മരിക്കുന്ന സുദിനം എന്താണ് അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടം എത്തുമ്പോൾ മോമിനീങ്ങളുടെ മേൽ നല്ല മനോഹരമായ ഒരു കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കുമത്രേ. ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മോമിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്ന് ലോകത്തുള്ള സർവ്വവിശ്വാസി സമൂഹം മുഴുവനും ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മരണത്തിലേക്ക് വഴുതി വീഴും. എല്ലാവരുടെയും ആത്മാവിനെ അസ്രായീൽ അലൈഹിസ്സലാം പിടിക്കും. പിന്നെ ഈ ലോകത്തുണ്ടാകുക ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണ്, ശിറാറുൽ ഖൽഖാണവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു الساعة ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ, ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും. ഒന്ന് ചിന്തിക്കുക, എത്രത്തോളം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ലാ തഖൂമു الساعة على أحد يقول الله الله അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാള് പോലും ഈ ലോകത്ത് ഉണ്ടാവുകയില്ലത്രേ. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ ലോകത്തിന് സംജാതമാകുമത്രേ. അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലാ തഖൂമു الساعة على أحد يقول الله الله എന്ന മഹത്തായ നാമം ഈ ലോകത്ത് എന്ന് ഉച്ചരിക്കാതിരിക്കുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് സ്വഹാബ. ഈ ലോകം നശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തൻ ഈ ലോകത്തുണ്ടാവൂല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കി. ഇന്നിപ്പോ അല്ലാഹ് പറയാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ ഇതൊക്കെ അവസാനിക്കും. അതാണ് പറയുന്നത്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ അല്ലാഹ് പറയുന്ന ഒരൊറ്റ വ്യക്തി ഈ ലോകത്തുണ്ടാവൂല. അല്ലാഹ് പറയുന്ന മുഅ്മിനീങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു കാറ്റയച്ച് അവരൊക്കെ മരിപ്പിക്കുക. ഏറ്റവും മോശപ്പെട്ട കൗമാണ് ഉണ്ടാവുക. അവരുടെ മേലാണ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരിക സയ്യിദുനാ റസൂലുള്ളാഹി. വഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബിൽ നമ്മൾ ഓതുന്നതല്ലയോ, ശ്രദ്ധിച്ചിട്ടില്ലയോ? അവസാന ഭാഗമെത്തുമ്പോൾ മുഅ്മിനീങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി ചെല്ലുകയാണ്, അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹ്
കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹ് എന്ന നാമത്തിലാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുയോട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ശബ്ദം പരിശുദ്ധമായ ബാങ്കിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ബിലാലേ കയറൂ, ബിലാലേ കയറി നിന്നുകൊണ്ട് വിളിക്കൂ ബിലാലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് മുഴക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന നാമമില്ലാതെ ഈ ലോകത്ത് നിലനിൽപ്പില്ല. ലോകത്തുള്ള സർവ്വ പള്ളികളിൽ നിന്നും മനോഹരമായ ബാങ്കുലി ഇന്നും മുഴങ്ങുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന് തുടങ്ങി വെച്ച മനോഹരമായ ബാങ്കുലി ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് തെയ്യോട്ടുചിറ പള്ളികളുടെ പരിശുദ്ധമായ മിമ്പറിലൂടെ മെഹ്റാബിലൂടെ മിനാരങ്ങളിലൂടെ ലോകം മുഴുവനും കേൾക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിലയ്ക്കാത്ത ശബ്ദമാണ്, നിലയ്ക്കാത്ത ശബ്ദമാണ്. ഈ ശബ്ദം എന്ന് നിലയ്ക്കുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. ഹബീബായ റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മോമിൻ അവൻ കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ. റുകൂയിലേക്ക് പോകുമ്പോഴും അവൻ പറയുകയാണ് അല്ലാഹു അക്ബർ. കൈകെട്ടിക്കൊണ്ട് ഫാത്തിഹ ഓതുമ്പോഴും അവൻ ആദ്യമായി ഉച്ചരിച്ചതും ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. വജ്ഹത്ത് ഓതുകയാണെങ്കിലും അവൻ ആദ്യമായി പറഞ്ഞു വെച്ചതും വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്. അല്ലാഹുവിനെ ഓർക്കാതെ നിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല മനുഷ്യ, നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല സഹോദരി. റുകൂഇലേക്ക് പോകുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ. ആ റുകൂഇലെത്തിയിട്ട് നീ വാഴ്ത്തുന്നതും സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി. അല്ലാഹുവിനെയാണ്, അല്ലാഹുവിനെയാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ. ഇഅ്തിദാലിലേക്ക് വരുമ്പോഴും നീ അല്ലാഹുവിനെ സ്മരിക്കുന്നവനാണ്. തീർന്നില്ല, തീർന്നില്ല, റബ്ബിനെ ഹംദ് ചെയ്യുകയാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാത് വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. ഈ ഭൂമി നിറയെ, ഏഴ് ആകാശങ്ങൾ നിറയെ നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ഈ ലോകത്തുള്ള സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാതെ അവനെ വാഴ്ത്താതെ ഒരു നമസ്കാരവും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നീ സുജൂദിലേക്ക് പോകുമ്പോഴും പറയുകയാണ് അല്ലാഹു അക്ബർ. ആ സുജൂദിൽ നീ വാഴ്ത്തുന്നതും അല്ലാഹുവിനെയല്ലയോ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. നീ ഇരുത്തത്തിൽ ഇരിക്കുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ. അവിടെ ഇരുന്ന് ദുആ ചെയ്യുമ്പോഴും റബ്ബി ഗഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ നാഥാ, എന്റെ ദറജ ഉയർത്തണേ അല്ലാഹ്, എനിക്ക് സന്മാർഗത്തിന്റെ പാന്താവ് തെളിച്ചു തരണേ അല്ലാഹ്, എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. നീ ചോദിക്കുകയാണ്, ചോദിക്കുകയാ. അടുത്ത സുജൂദിലേക്ക് പോയാലും വീണ്ടും തഹിയ്യാത്തിലേക്ക് ഇരുന്നാലും എല്ലാം അല്ലാഹയാണ്, അല്ലാഹയാണ്. അല്ലാഹുവിനെ ചിന്തിക്കാതെ എന്നീ ലോകത്തൊന്ന് മനുഷ്യ നിന്റെ ഹൃദയം പോകുന്നുണ്ടോ, പോകുന്നുണ്ടോ? നിന്റെ നാവ് കൊണ്ട് പടച്ചറപ്പിനെ വിളിക്കാത്ത സമയം കടന്നു വരുന്നുണ്ടോ? അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അന്ന് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്താട് ഊത്താൻ. അന്ന് ഈ ലോകം അവസാനിക്കും.
അവസാനിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് അല്ലാഹ് എന്നുള്ള ലഫ്ള് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നുവോ, അവന്റെ നാവിൽ നിന്നും പോകുന്നോ, അന്ന് ഈ ലോകം അവസാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹു അല്ലാഹ് അല്ലാഹ്, അല്ലാഹു അല്ലാഹ് അല്ലാഹ്, അല്ലാഹു അല്ലാഹ് അല്ലാഹ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ടത്രേ, മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ആ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കിയാൽ അവന് സ്വർഗമാണ് സ്വർഗമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇരിക്കുന്ന എല്ലാ മോമിനിയങ്ങളും പഠിക്കണം, എല്ലാ മോമിനിയങ്ങളും പഠിക്കണം. വലിയ വലിയ എസ്സേകൾ കാണാതെ പഠിക്കുന്ന മക്കൾ, വലിയ വലിയ പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുഖമായി പഠിക്കാം അള്ളാഹുവിന്റെ നാമങ്ങൾ. ഒരു 3-4 വരികളിൽ ഉൾക്കൊള്ളും ചെറിയ നാമങ്ങൾ, ചെറിയ ചെറിയ നാമങ്ങൾ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം. 99 നാമങ്ങൾ കാണാതെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയല്ലേ, ഉറക്കെ ഒന്നുകൂടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്താണ്, മഹാനുഭാവന്റെ ഹദറത്തിൽ വെച്ച് ഏറ്റെടുത്തൊരു നിയ്യത്താണ്. അത് പൂർത്തീകരിക്കണം. അടുത്ത ദിവസം തന്നെ അത് പൂർത്തീകരിക്കണം. എല്ലാവരും അത് കാണാതെ പഠിക്കണം. 99 നാമങ്ങൾ വെച്ചിട്ട് ദ്വാരന്നാൽ ഇജാബത്താണ്. അള്ളാഹുവിനെ വിളിച്ച് ദ്വാരക്ക. ഈ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരന്ന് നോക്കി എല്ലാ ലക്ഷ്യങ്ങളും പോവണേ. ഹാഫിളാകണോ, ആലിമാകണോ, ഖൈറായ നിലക്കുള്ള ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടണോ, വലിയ വഅദ് പറയുന്ന ഉസ്താദാകണോ, വലിയ മുദല്ലിസാകണോ, ഖതീബാകണോ, ഏത് നിലയ്ക്കാകണോ, ഇതായിരുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് മുതഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഇജാബത്ത്. അതുകൊണ്ട് ഈ 99 നാമങ്ങൾ പഠിച്ചിട്ട് ഉസ്താദ് എന്റെ ദുആന് ഉത്തരം കിട്ടുന്നില്ല, സഹോദരിമാരുടെയൊക്കെ പരാതിയാണ്. നിങ്ങൾ ഈ 99 നാമങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങളൊക്കെ ഒന്ന് കാണാതെ പഠിച്ചത്. ഖുർആനിൽ എത്രയോ സ്ഥലത്തുണ്ട്, സമയമില്ല അതിലേക്കൊന്നും പോവാൻ, വിഷയത്തിൽ നിന്ന് തെന്നും. അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ് ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു عالم الغيب والشهادة هو الرحمن الرحيم. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നാമങ്ങൾ കാണാതെ പഠിക്കണം, ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് ആലിമിനാണ്, ഏത് സൂഫിയാക്കൾക്കാണ് ഇത് അറിയാത്തത്? അവരൊക്കെ ഇത് പഠിച്ചവരാണ്, അവരൊക്കെ ഇതിന്റെ വിറുതുകൾ വീടിയവരാണ്. സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം ചെല്ലാത്ത ഒരൊറ്റ വരിയുമില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ 11 പ്രാവശ്യം, അസ്മാഉൽ ഹുസ്ന ഓതാത്ത ഒറ്റ വരിയുമില്ല. അവരൊക്കെ ഇത് റബ്ബിനെ വിളിക്കുക, റബ്ബിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉണ്ട് അല്ലാഹുവിനെ മറന്നിട്ടൊരു പരിപാടിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ മനോഹരമായ ദിക്റാണ്. അല്ലാഹ് എന്ന മഹത്തായ നാമമുണ്ട്.
ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിന്റെ സ്മരണയെന്നും നിലനിർത്താൻ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. മൂസാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇതെല്ലാവരും ചൊല്ലുന്നതല്ലയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ. ചെറിയ ദിക്റല്ല. അല്ലാഹ് 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 അവിടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ്. അമ്മായിയപ്പനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ ഒച്ചയില്ലാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ ഉപ്പയാണ്, ഫാത്തിമ ബീവിയുടെ ഉപ്പയാണ്. അലിയാര് തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് എനിക്കെന്തെങ്കിലും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കൗമുണ്ട്. സ്ത്രീകളാണ് വലിയ സംഭവം. എനിക്കെന്തെങ്കിലും ഒരു ദിക്റുത പറയുന്ന ദിക്ർ മുഴുവൻ കൊടുക്കുമ്പോൾ പറയും, അത് ഞാൻ ചെല്ലുന്നുണ്ട്, അത് ഞാൻ 10,000 ചെല്ലുന്നത് രാവിലെ സുബഹി ഇവിടെ ഒരെണ്ണം പോലും ചെല്ലുന്നില്ല. നാ കുറച്ച് സലാത്ത് ഇരിക്കുമെന്ന് പറയുമ്പോൾ പറയും, അത് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 3344 വെച്ച് വെറുതെ ഇങ്ങനെ വെറുതെ പറയുന്ന കുറെ കൗമുണ്ട്. ഒരു ദിക്റും ചെല്ലുന്നുണ്ടാവൂല, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാത്ത് ചെല്ലുന്നുണ്ടാവൂല. പക്ഷെ വെറുതെ ഇങ്ങനെ വായാടിത്തരം അത് വേണ്ട. ഒരു ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അനുവാദം കിട്ടി ചെല്ലുന്നതും അല്ലാതെ നമ്മൾ അറിഞ്ഞു ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് പൊരുത്തം വാങ്ങി ഇജാസത്ത് വാങ്ങുന്നത്. കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവുള്ളൂ. ചിലർ കുറെ കൊട്ടപ്പടി വാങ്ങിച്ചു വെക്കുന്നുണ്ടൊന്നും ചെല്ലാനും കഴിയും. അങ്ങനത്തെ കുറെ കൗമികൾ. മുത്തഅല്ലിമൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇൽമു പഠിക്കുക, വേറെ ഒരു പരിപാടിയും ഉസ്താദ് നിങ്ങൾക്ക് ആ ദറസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദിക്ർ തരും. മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ആ സമയത്ത് തരും. ഭയങ്കര പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് രാത്രിയിൽ വൽ ഫജ്ർ സൂറത്ത് ഓതുക, പകൽ മുഴുവൻ ഈ ദിക്ർ കൊണ്ട് നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗമേതാണ്? അല്ലാഹുവിലേക്ക് എങ്ങനെയെങ്കിലും അടുക്കണം, അതിനുള്ള എളുപ്പമാർഗമേതാണ്? നമുക്കൊക്കെ ഒരു മനസ്സിലാതുണ്ടാവുമല്ലോ, പടച്ച റബ്ബിലേക്ക് എങ്ങനെ അടുക്കും? ഖമസൂഫി വലിയുല്ലാഹി മഹാനുഭാവൻ അടുത്തതുപോലെ, മമ്പുറം തങ്ങൾ അടുത്തതുപോലെ, നാട്ടുകളടങ്ങിയിരിക്കുന്ന മഹാനുഭാവൻ അടങ്ങി എങ്ങനെ എങ്ങനെ അടുത്തതുപോലെ എനിക്കും അടുക്കണം റബ്ബിലേക്ക്. എങ്ങനെ അടുക്കാൻ സാധിക്കും? ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്ത. അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. ഏറ്റവും അടുപ്പാണ്, ഭാര്യയുടെ വാപ്പയാണ്, അപ്പൊ കൂടുതൽ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ച് ചോദിക്കാം, നിങ്ങൾക്ക് ഭയങ്കര അടുപ്പാണല്ലോ അല്ലാഹുവായിട്ട്, അതുകൊണ്ട് എങ്ങനെ അടുക്കാനുള്ള എളുപ്പ വഴി എന്താ? അല്ല കുറുക്കു വഴി വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ ആ കുറുക്കു വഴി പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കലാണ്, ഓർക്കലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ദിക്ർ ചെല്ലുക, റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ ഒരു ദിക്ർ നബിയേ, എനിക്ക് മാത്രമായ ഒരു ദിക്ർ നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കോ.
ചിന്തിച്ചു നോക്ക്. അലി റളിയല്ലാഹു തആല അൻഹു അപ്പോഴും ചോദിച്ചു വന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും, നമുക്കിന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, ഈ സ്വലാത്തുകൾ വേണ്ട, ഈ ഹദ്ദാദ് റാത്തീബുകൾ വേണ്ട, ഈ മൗലിദുകൾ വേണ്ട, ഈ റാത്തീബുകളൊന്നും വേണ്ട. നമുക്ക് കുറെ പുതുപുത്തം കുറച്ച് കിട്ടിയാൽ മതി. ആർക്കും അറിയാത്ത എന്തെങ്കിലുമൊക്കെ കടുപെട്ട് കുറച്ച് വാക്കുകൾ കിട്ടിയാൽ, അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയാൽ അത് വലിയ സംഭവം. സുന്നികൾ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോളം ശ്രേഷ്ഠതയുള്ള വേറെ ദിക്റില്ല. അലി റളിയല്ലാഹു അൻഹു കൊടുക്കുക, ഇത് ചൊല്ലിക്കോ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തി. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ മുരീദന്മാരായി കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര, നീ 1,00,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. 1,00,000 പരിപൂർണമായി ചെല്ലിയിട്ട് ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 1,00,000 വീണ്ടും ചെല്ലി 2,00,000 വീണ്ടും ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 3,00,000 ഒക്കെ ചെല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടാവും. സാധാരണ ഞാൻ അതിനെയൊക്കെ കൂടുതൽ ചെല്ലിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, നമ്മൾ അനുവാദം വാങ്ങിച്ചു ചെല്ലുന്നതും അല്ലാതെ ദിക്റാണ് കൊടുത്തിരുന്നത്. ചെറിയതല്ല, കുറച്ച് ചെല്ലണം, നമ്മൾ കുറച്ച് ചെല്ലേണ്ടതാണ്. മരണപ്പെട്ടതുപോയ ആളുകൾ അവരുടെ ഖബറുകളിൽ 7 ദിവസങ്ങൾ അല്ലതല്ല 40 ദിവസം വരെ ഖബറിൽ ഫിത്നയിലാക്കപ്പെടും. ഖബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉയർത്തപ്പെടാൻ നിദാനമാണ് 70,000 ദിക്റുകൾ ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. തൗസ് എന്ന് പറയുന്നത് വലിയ മഹാനാണ്, താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ കൊടുക്കണം, ചെറിയ ദിക്റല്ല. അപ്പൊ അല്ലാഹ് എന്ന മഹത്തായ നാമം ഇതിലൊടങ്ങിയിട്ടുണ്ട്. ആ നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അതാണ് പറഞ്ഞു വന്നതിന്റെ ടോട്ടൽ. അല്ലാഹ് എന്നുള്ള നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അന്നാണ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തുവരെന്ന് വരിക. സയ്യിദുനാ റസൂലുള്ളാഹി 3 ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഊതലുകളാണ്. ഒന്നാമത്തെ ഊത്തിന്റെ പേര് നഫ്ഹത്തുൽ ഫസഇ എന്നാണ്. സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് നഫ്ഹത്തുസ് സഇഖ, സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. മൂന്നാമത്തത് നഫ്ഹത്തുൽ ബഅസ, സർവ്വജനങ്ങളെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. ഇങ്ങനെ 3 ഊതലാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരമായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചു. മലക്കിന്റെ പേര് ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? മർമ്മപ്രധാനമായ ഡ്യൂട്ടി ഈ 3 ഊതലാണ്. മർമ്മപ്രധാനമായിട്ട്. വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട്. മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന ജോലി അദ്ദേഹത്തിന്. അത് കൃത്യമാണോ അളവുകോല് നോക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിലേക്ക് നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്രാഫീലിനാണ് എന്നും ഉലമാക്കൾ നിർവചിച്ചിട്ടുണ്ട്. വേറെയും ചില ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെത് ഈ 3 ഊതലൂതാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഊത്ത് എത്രത്തോളം വലിയ ഭീകരമാണ്, എത്രത്തോളം വലിയ സംഭവം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് എന്ന നാമം ഈ ലോകത്ത് ഉച്ചരിക്കാത്ത അവസ്ഥയിൽ നിലകൊള്ളുമ്പോ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊതുദാ കൽപ്പിക്കുകയാണ്. ويوم ينفخ في الصور ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله.
وكل أتوه داخرين അല്ലാഹു ഓതാൻ കൽപ്പിക്കുകയാണ്. അന്നീ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുകയാണ്. കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് മുമ്പാകെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുകയാണ്. തുറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഔത്തിലൂടെ തന്നെ പേടിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. എല്ലാവരും പടച്ച റബ്ബിലേക്ക് നമ്മുടെ ശിരസ്കരായി കടന്നു വരുകയാണ്. പടച്ച റബ്ബിലേക്ക് ഭയജഗതരായി കടന്നു വരുകയാണ്. വിനയാന്യതരായ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യാൻ തയ്യാറായി കടന്നു വരുകയാണ്. കള്ളു കുടിക്കുന്നവരാണ്, വിചരിക്കുന്നവരാണ്, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ നടന്നിട്ടുള്ളവരാണ്, നിരീശ്വരവാദത്തിന്റെ ആളുകളാണ്, യുക്തിവാദത്തിന്റെ ആളുകളാണ്, അവിശ്വാസത്തിൽ അമർന്നുപോയ ആളുകളാണ്, കള്ളുകുടിച്ചുകൊണ്ട് ദുനിയാവിൽ നടന്നതായ ആളുകളാണ്, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടന്നവരാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് നടന്ന സമൂഹമാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിയുന്ന സമയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത രംഗമാണ് സ്വഹാബ. കാരണം സൂറന്ന കാഹളമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടലായി നിങ്ങൾ കാണരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അറാബിയുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രകാശത്താലുള്ള കുഴലാണ്. സാബാഇറത്തിൽ ഖർൻ കഅർദിസ് സമാഇ വൽ അർള്. എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ അറബിന്റെ കൈകൾ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പടച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സാബ, പ്രവിശാലമാണ് സാബ. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറന്ന കാഹളമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സോദരാ, ഒന്നാലോചിച്ചു നോക്കണേ സോദരി. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകളിൽ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമായി നിറഞ്ഞു നിൽക്കുന്ന സൂറന്ന കാഹളത്തെ ഒന്ന് ചിന്തിക്കൂ മനുഷ്യ. അതിന്റെ നീളമൊന്ന് കണക്കാക്കൂ സോദരി, അതിന്റെ വ്യാസമൊന്ന് കണക്കാക്കൂ. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശത്താലുള്ള കുഴലിനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വൽ സൂര്യനെ സൂറന്ന സൗരയുഗങ്ങളെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രനെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഇതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി സൃഷ്ടിച്ചത് സൂറിനെയാണ്, സൂറിനെയാണ്. സുബ്ഹാനല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് കൈഫ തുഇമു വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. ഹദീസാണ്, വേറൊന്നുമില്ല. ഹദീസുകളാണ്, വേറൊന്നുമില്ല. വേറെ ആവശ്യമില്ലാത്ത ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് കൈഫ തുഇമു വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. എങ്ങനെയാണ് ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക സ്വഹാബ? എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാൻ കഴിയുക സ്വഹാബ? കാഹളത്തിന്റെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കാൻ, എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വദിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ കുടിനീരിറക്കും? എന്താ കാരണം? വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫീലില്ലയോ, ആ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചത് മുതൽ, സൂറന്ന കാഹളത്തെ പടച്ചത് മുതൽ, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വഹവാ ജബഹതഹു വഅസാ സമഅഹു ഇലൽ അർശ് മതാ യുഅമറു ബിന്നഫഹാ. അല്ലാഹുവിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബ് എപ്പോഴാണ് ഊതാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യത്തരം പടച്ചറബിനോടുള്ള വിനയ നിമിത്തമായി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കർണപുടം പരിപൂർണമായി അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് ശ്രദ്ധ ചെലുത്തി സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊതാൻ റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളേ. ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനും കുടിക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് സ്വഹാബ? 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്. അഥവാ ആ കാലഘട്ടത്തിലെന്നല്ല, ഇന്നും ഇസ്രാഫീൽ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എപ്പോഴാണ് പടച്ചറബ് ഊതാൻ പറയുന്നത്, അതിനുവേണ്ടി തയ്യാറായി റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന കാലഘട്ടം എത്തുമ്പോ മുഅ്മിനീങ്ങളുടെ മേൽ നല്ല കാറ്റിനയച്ച് അവരെല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന കാഹളത്തിന്റെ ഊത്തുദാ പറയുകയാണ്. വയൗമ യുൻഫഖു ഫിസ്സൂർ വയൗമ യുൻഫഖു ഫിസ്സൂർ. സൂറന്ന കാഹളത്തിന്റെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഫഫസിഅ മൗ ഫിസ്സമാവാത് വമൗ ഫിൽ അർദ്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരെ, ഈ ദുനിയാവിൽ വിചരിച്ചവരെ, ഈ ദുനിയാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരെ, സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നവരെ, മാളുകൾ രസിച്ചും രമിച്ചും നടന്നവരെ, മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കാതെ പോയവരെ, ഔലിയാക്കളെ ചീത്ത വിളിച്ചവരെ, മഹത്തുക്കളെ തെറി വിളിച്ചവരെ, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ ജീവിതത്തെ ആറാടി തീർത്തവരെ, ഇതാ സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തമോട് കടന്നു വരുമ്പോ വകുല്ലുൻ അതോഹു ദാഖിരീൻ. എല്ലാവരും വിനയാന്വിതരായി പടച്ചറബിലേക്ക് തിരിയുകയാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ ആത്മാവ് എന്ന് വിലപിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ഒരാളുടെയും തൗബ അല്ലാഹു ഒന്ന് സ്വീകരിക്കുകയില്ല. അന്ന് സ്വീകരിക്കൂല. തൗബയുടെ വാതിൽ അടഞ്ഞിട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ.